الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها يعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലയിൽ അള്ളാഹു മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാലമായ കായികനികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടത്തിന്റെ ഉടമ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തോട്ടം ഈത്തപ്പനകളും മുന്തിരിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഈത്തപ്പഴവും മുന്തിരിയുമല്ലാത്ത മറ്റു പല വർഗങ്ങളും കായികനികളുമെല്ലാം ഇടതൂർന്ന് കായ്ച്ചു നിൽക്കുന്ന ഒരു തോട്ടം. അതിലെ കൃഷികൾക്ക് വെള്ളമേകി കുളിർമയേകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുള്ള ഒരു തോട്ടം. ആ തോട്ടത്തിന്റെ ഉടമക്ക് പ്രായമാവുകയും അദ്ദേഹത്തിന്റെ മക്കൾ വളരെ ദുർബലരായ, അധ്വാനിക്കാൻ കഴിയാത്ത മക്കളുമാണ്. പ്രായമായ ആ സാഹചര്യത്തിൽ ആ തോട്ടത്തിന്
തീക്കാറ്റ് പിടിച്ച് അത് നശിച്ചുപോയാൽ ആ തോട്ടത്തിന്റെ ഉടമയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ നഷ്ടമായിരിക്കും അത്. ഇത്തരത്തിൽ ഒരു ഉപമ വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 266-ാമത്തെ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅഅനാബ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കൊരാൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അൻ തകൂന ലഹു ജന്ന, ഒരു തോട്ടമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് ആ തോട്ടത്തിന്റെ പ്രത്യേകത? മിൻ നഖീലിൻ വഅഅനാബ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നഖീലിന്റെയും അഅനാബിന്റെയും ഈത്തപ്പനയും മുന്തിരിയും കായ്ച്ചു നിൽക്കുന്ന ഒരു തോട്ടം. അതുമാത്രമല്ല, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിൽ അരുവികൾ ഒഴുകുന്ന തോട്ടമാണ്. ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്. ഈത്തപ്പനയും മുന്തിരിയും പ്രത്യേകം എടുത്തു പറഞ്ഞത് അതിന്റെ പ്രത്യേകത കണക്കാക്കിക്കൊണ്ടാണ്. എന്നാൽ അതുമാത്രമല്ല ആ തോട്ടത്തിലുള്ളത്. ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാത്തരം കായ്കനികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. എന്നിട്ടെന്താണ് സംഭവിക്കുന്നത്? വഅസ്വാബഹൽ കിബർ, അയാൾക്ക് വാർദ്ധക്യം ബാധിക്കുകയാണ്. വലഹു ദുർരിയത്തുൻ ളുഅഫാ, ആ വ്യക്തിക്കുള്ള മക്കളാകട്ടെ ളുഅഫാ ആണ്, ദഈഫീങ്ങളായ മക്കളാണ്, വളരെ ദുർബലരായ, ജോലിയെടുക്കാൻ കഴിയാത്ത, പണിയെടുക്കാൻ അധ്വാനിക്കാൻ കഴിയാത്ത മക്കൾ, ദുർബലരായ മക്കളുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ. ഫഅസ്വാബഹാ യഅ്സാറുൻ ഫീഹി നാറുൻ ഫഹ്തറകത്. ഫഅസ്വാബഹാ, അപ്പോൾ ആ തോട്ടത്തെ ബാധിച്ചു. യഅ്സാറുൻ, ഒരു കൊടുങ്കാറ്റ് അതിനെ ബാധിച്ചു. ഫീഹി നാർ, തീയുള്ളതായ ഒരു കൊടുങ്കാറ്റ് അഥവാ അതിശക്തമായൊരു തീക്കാറ്റ് ആ തോട്ടത്തെ ബാധിക്കുകയും ഫഹ്തറകത്, തോട്ടമങ്ങ് കത്തി നശിച്ചു പോവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു തോട്ടം നിങ്ങൾക്കുണ്ടാകണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കദാലിക, അപ്രകാരമാണ്. യുബയ്യിനുല്ലാഹു ലകുമുൽ ആയാതി ലഅല്ലകും തതഫക്കറൂൻ, കാര്യങ്ങളെ ഉറ്റാലോചിക്കാൻ വേണ്ടി ഇപ്രകാരമാണ് അള്ളാഹു അവന്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ച് വ്യക്തമാക്കി തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ, തഫ്സീറു സഅദി അടക്കമുള്ള തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ അള്ളാഹു പറഞ്ഞ ഈ ഉപമ ഇത് എന്തിനുള്ള ഉപമയാണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കായികനികൾ നിറഞ്ഞ് നനക്കാൻ പോലും, പ്രിയപ്പെട്ടവരെ, മറ്റൊരിടത്തു നിന്ന് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമില്ലാതെ ഈ തോട്ടത്തിലൂടെ തന്നെ അരുവികൾ ഒഴുകുന്ന സമ്പന്നമായൊരു തോട്ടം. യഥാർത്ഥത്തിൽ ആ തോട്ടം അയാൾക്ക് എപ്പോഴാണ് ഉപകാരപ്പെടേണ്ടത്? അയാൾക്ക് പ്രായാധിക്യം വന്നിരിക്കുന്നു, വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു, പ്രായമായിരിക്കുന്നു, അധ്വാനിക്കാൻ കഴിയാത്ത ശാരീരികാവസ്ഥ അയാൾക്ക് വന്നു ചേർന്നിരിക്കുന്നു. അത്തരമൊരു ശാരീരികാവസ്ഥ വന്നുകഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും ജീവിതത്തിന്റെ മറ്റു മാർഗങ്ങളെ കൊണ്ടുപോകാൻ, ഒരുപക്ഷെ മക്കൾ അധ്വാനിച്ചു കൊണ്ടുവരാൻ പറ്റിയ മക്കളാണെങ്കിൽ അതുവഴി റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ജീവിതമാർഗത്തെ കൊണ്ടുപോകാൻ സാധിക്കും. വലഹു ലഹു ദുർരിയത്തുൻ ളുഅഫാ, മക്കളാണെങ്കിൽ ദഈഫീങ്ങളാണ്, ദുർബലരായ മക്കളാണ്. യഥാർത്ഥത്തിൽ വാർദ്ധക്യം ഒരു ഭാഗത്തും മക്കളുടെ പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം മറ്റൊരിടത്തും ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിയുടെയും സന്താനങ്ങളുടെയും ജീവിത ഉപാധിയായി, ഉപജീവന മാർഗമായി മാറേണ്ടത് ഈ തോട്ടമാണ്. ആ സാഹചര്യത്തിൽ അതിനെ ശക്തമായ കാറ്റു ബാധിച്ച് ഫഹ്തറകത്, കത്തി നശിച്ചു എന്ന് പറയുമ്പോൾ ഉപകാരപ്പെടേണ്ടിടത്ത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചത് നഷ്ടപ്പെട്ടു പോവുക. മുഫസ്സിറുകൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ പുണ്യവും അള്ളാഹുവിന്റെ പ്രീതിയും റബ്ബിന്റെ വജുഹും ആഗ്രഹിച്ച് പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ പിന്നീട് അത് നഷ്ടപ്പെട്ട് പോകാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളും അതേ വ്യക്തി ചെയ്താൽ ആ വ്യക്തിയുടെ ഉപമ ഈ തോട്ടത്തിന്റെ ഉടമയെപ്പോലെയാണ് എന്നാണ്. അള്ളാഹുവിന്റെ വജുഹ് ആഗ്രഹിച്ച് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു ഭാഗത്ത് പണിയെടുത്ത് മറുഭാഗത്ത് ആ പ്രവർത്തനങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയാനുള്ള അധ്വാനവും ആ വ്യക്തിയിൽ വന്നു ചേരുന്നെങ്കിൽ അയാളുടെ ഉപമയും ഈ തോട്ടത്തിന്റെ ഉടമയുടെ ഉപമയും ഒരുപോലെയാണ് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്ത സുജൂദുകളെ, റബ്ബിലേക്ക് കൈകൾ ഉയർത്തി തേടിയ പ്രാർത്ഥനകൾ,
റബ്ബിന്റെ പുണ്യവും പ്രീതിയും അള്ളാഹുവിന്റെ പ്രതിഫലവും ആഗ്രഹിച്ച് നൽകിയ നാണയത്തുട്ടുകൾ, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്ത യാത്രകൾ എല്ലാം നാളെ പരലോകത്ത് നഷ്ടമായി തീരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരു പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം ആ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം. മുൻഗാമികളിൽ ചിലരെങ്കിലും പറഞ്ഞിരുന്നു, ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കാരമെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായി എന്ന് അറിയുന്നതാണ് എനിക്കിഷ്ടമെന്നാണ്. കുറെ ചെയ്യുന്നതിനപ്പുറം പ്രിയപ്പെട്ടവരെ, ചെയ്തതൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള വളരെ വലിയ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം. എപ്പോഴാണ് നഷ്ടം സംഭവിക്കുക? എപ്പോഴാണ് അധ്വാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുക? ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ടവരെ, ശിർക്ക് ജീവിതത്തിലേക്ക് വരാതിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക. നബിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ മുൻഗാമികൾക്ക് നാം നൽകിയ ബോധനമാണ്, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരനായി തീരും. നബിയേ, നിങ്ങളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് റബ്ബിന്റെ അടുത്ത് സ്വീകാര്യതയില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 65-ാമത്തെ വചനമാണ്. എന്തിയ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് ചെയ്യുമെന്ന് അല്ലാഹു പേടിച്ചിട്ടല്ല, മറിച്ച് നമുക്കോരോരുത്തർക്കുമുള്ള പാഠമാണ്. കാരുണ്യത്തിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ദീനിനു വേണ്ടി രാപ്പകൽ അധ്വാനിച്ച മഹാനായ പ്രവാചകനിൽ ശിർക്ക് സംഭവിച്ചാൽ ആ പ്രവാചകന്റെ കർമ്മങ്ങൾ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അവിടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേരുകൾ അടുത്തടുത്തായി അള്ളാഹു എണ്ണി പറയുന്നുണ്ട്. വ്യത്യസ്ത ആയത്തുകളിൽ 87 വരെയുള്ള ഏതാനും 2-3 ആയത്തുകളിൽ അള്ളാഹു 18 പ്രവാചകന്മാരുടെ പേര് എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ അവിടെ എണ്ണിയിട്ടുണ്ട്, നൂഹ് നബിയെ അവിടെ എണ്ണിയിട്ടുണ്ട്, ഇസ്ഹാഖ് നബിയെയും ഇസ്മായിൽ നബിയെയും അവിടെ എണ്ണിയിട്ടുണ്ട്, യൂസുഫ് നബിയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ, 18 പ്രവാചകന്മാർ. വിശുദ്ധ ഖുർആനിൽ ആകെ പേര് പറഞ്ഞത് 25 നബിമാരുടേതാണ്. അതിൽ 18 ആളുടെ പേരും അള്ളാഹു എടുത്തു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചില്ല. അവരുടെ പിതാക്കൾ, അവരുടെ സന്താനങ്ങൾ, അവരുടെ സഹോദരങ്ങൾ. ഇതിൽ പറയപ്പെടാത്ത മറ്റു പ്രവാചകന്മാരാണല്ലോ ഈ പറഞ്ഞ ചില ആളുകൾ, അല്ലേ? ഈ പ്രവാചകന്മാരിൽ ചില ആളുകളുടെ പിതാക്കൾ പ്രവാചകന്മാരാണ്, ചിലരുടെ മക്കൾ പ്രവാചകന്മാരാണ്, ചിലരുടെ സഹോദരങ്ങൾ പ്രവാചകന്മാരാണ്. അവരെ കൂടി അള്ളാഹു ചേർത്തു പറഞ്ഞു. എന്നിട്ട് 88-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറഞ്ഞ 18 പ്രവാചകന്മാർ, ശേഷം പറഞ്ഞ പിതാക്കളും മക്കളും സഹോദരങ്ങളുമായി വരുന്നവർ, ആ ആളുകൾ വലൗ അശ്റകൂ, അവർ ശിർക്ക് ചെയ്താലും ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് മുഴുവൻ ഇല്ലാതാകും. ഇബ്രാഹിം നബിയിൽ ശിർക്ക് സംഭവിച്ചാൽ വീട് വിട്ടിറങ്ങിയത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്, പ്രതിഫലം പരലോകത്തില്ല. മൂസാ നബിയിൽ ശിർക്ക് സംഭവിച്ചാൽ ഫിർഔനിന്റെ സംഘത്തിന്റെ പീഡനങ്ങൾ സഹിക്കാതെ സമുദ്രത്തിന്റെ മറുകര പറ്റിയത് ദീനിനു വേണ്ടിയാണെങ്കിൽ ആ യാത്രയെ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല. പ്രവാചകന്മാർ ശിർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞത്. എനിക്കും നിങ്ങൾക്കും അതിൽ പാഠമുണ്ട്. അതുകൊണ്ടൊരു വാക്കുകൊണ്ട് നമ്മളിൽ ശിർക്ക് സംഭവിക്കാതിരിക്കാൻ, ഒരു പ്രവർത്തനം കൊണ്ട്, മനസ്സിന്റെ ഒരു വിചാരം കൊണ്ട് ശിർക്ക് സംഭവിക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഗൗരവപൂർണമുള്ള ശ്രദ്ധ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി. അങ്ങനെ ചേർത്തു പറയാൻ പാടില്ല. അള്ളാഹു ഉദ്ദേശിച്ചത്, പിന്നെ പ്രവാചകൻ ഉദ്ദേശിച്ചത്, അള്ളാഹുവിന്റെ കൂടെ ചേർത്തു പറയാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില വാക്കുകളുണ്ട്, അല്ലെ? പല ഡോക്ടർമാരും നമ്മളെ പരിശോധിച്ചു, ഒരുപാട് ആളുകൾ നോക്കി, രോഗത്തിന് ശിഫയായില്ല. എന്നിട്ട് വേറൊരാളുടെ അടുത്ത് പോയി അയാളുടെ മരുന്ന് കഴിച്ചപ്പോ രോഗമങ്ങ് മാറി. നമ്മൾ എന്താ പറയാ? ആ ഡോക്ടർ മരുന്ന് കുടിച്ചപ്പോ രോഗം മാറിയെന്നാൽ പറയാൻ പാടില്ലെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്.
അയാളെ കണ്ടപ്പോൾ എന്റെ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ പറയരുതേ എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അയാൾ ഒരു കല്യാണം കൊണ്ടുവന്നതുകൊണ്ട് എന്റെ മകൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ പുഴുക്കുത്തേൽക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ ഉണർത്തിയ കാര്യമാണ്. നമ്മൾ എത്ര ആളുകൾ സംസാരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്? വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് അയാൾ എഴുതി തന്ന മരുന്ന് കുടിച്ചപ്പോൾ എന്റെ രോഗം മാറി. വാചകത്തിൽ, സംസാരത്തിന്റെ ശൈലിയിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിലെ സുജൂദുകളെ വെറുതെയാകുന്നതിനെ പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. എന്നാൽ അതുമാത്രമല്ല, ഒരുപക്ഷെ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചുകളയുന്ന വേറെ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കുൽ ഖഫിയായി, ഗോപ്യമായ ശിർക്കായി, ശിർക്കുൽ അസ്ഗറായി, ചെറിയ ശിർക്കായി ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റിയാ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമസ്കാരങ്ങൾക്ക്, നോമ്പിന്, ചെയ്ത നന്മകൾക്ക് സ്വീകാര്യതയില്ലാതെയാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാളുകളുടെ സംഭവമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മൂന്നാളുകളെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ മൂന്നാളുകൾ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഒരാൾ പറയുന്നത്? ഒരാൾ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിച്ച് ദീർഘമായി പാരായണം ചെയ്ത് രാത്രികാലങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ച വ്യക്തിയാണ്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ മനുഷ്യനെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരും. എന്നിട്ട് അയാളോട് ചോദിക്കും ചെയ്ത കാര്യങ്ങളെ. ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ്, ഞാൻ ഖുർആൻ പഠിച്ചു, ദീർഘനേരം പാരായണം ചെയ്ത് നമസ്കരിച്ചു. ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ അള്ളാന്റെ മറുപടി എന്താ? കെദബ്ത, താങ്കൾ പറഞ്ഞത് കളവാണ് പറഞ്ഞത്. താങ്കൾ നമസ്കരിക്കുമ്പോൾ, ഖുർആൻ പഠിച്ച ആലിമായി അത് ചെയ്യുമ്പോൾ മനസ്സിലൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ആളുകൾ പറയണം അയാള് നല്ല ഖുർആനൊക്കെ ഹിഫ്ളുള്ള, ഒരുപാട് സമയം നമസ്കരിക്കുന്ന വ്യക്തിയാണ്, അത് പറയണമെന്നതായിരുന്നു ലക്ഷ്യം. അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നരകത്തിലേക്ക് പോകാൻ അള്ളാഹു പറയുമെന്നാണ്. രണ്ടാമതായി കൊണ്ടുവരപ്പെടുന്നത് ആരെയാണ്? ധാരാളമായി സ്വതക്ക കൊടുത്ത മനുഷ്യനാണ്. അള്ളാഹുവേ, നീ എനിക്ക് നൽകിയത് നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു. എന്താണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മറുപടി? കെദബ്താ, താങ്കൾ പറഞ്ഞത് കളവാണ്. താങ്കൾ ആ പണം ചെലവഴിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, താങ്കളെക്കുറിച്ച് ആളുകൾ പറയണം. അയാള് വല്ലാത്ത ധർമ്മിഷ്ഠനാണ്, എത്ര വേണമെങ്കിലും കൊടുക്കുന്ന ഒരാളാണ്, അത് പറയണമെന്നതായിരുന്നു ലക്ഷ്യം. പറഞ്ഞു കഴിഞ്ഞു. ദുനിയാവിൽ നരകത്തിലേക്ക് പോകാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. മൂന്നാമത് കൊണ്ടുവരുന്നത് ആരെയാണ് പ്രിയപ്പെട്ടവരെ? മൂന്നാമത് കൊണ്ടുവരുന്നത് ഷഹീദിനെയാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിട്ട്, സന്താനങ്ങളെ വിട്ട്, ഉമ്മയെയും ഉപ്പയെയും വീടും കുടുംബവും കച്ചവടവും നാടും വിട്ടാണ് അയാൾ ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ. അയാൾക്കറിയില്ലേ, ശത്രുവിന്റെ വെട്ടേറ്റ് മരിച്ചാൽ എന്റെ ഭാര്യയെ കാണാൻ കഴിയില്ല, എനിക്കറിയില്ലേ, മക്കളെ ഇനി എനിക്ക് കിട്ടില്ല, ആ ബോധമുണ്ട്. എന്നിട്ടും അയാൾ യുദ്ധത്തിൽ ശക്തമായി പോരടിച്ച് അയാൾ ഷഹീദാവുകയാണ്. കൊണ്ടുവരും പരലോകത്ത്. ഷഹീദിനെ കുറിച്ച് എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കടം ഒഴികെയുള്ള ബാക്കിയെല്ലാം ഷഹീദിന് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഷഹീദിനെയാണ് കൊണ്ടുവരുന്നത്. എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ, അല്ലാഹ്, നിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടാണ് ഞാൻ വന്നത്. കെദബ്ത, താങ്കൾ പറഞ്ഞത് കളവാണ് പറഞ്ഞത്. ഷഹീദായിട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പറയണം ആളുകൾ താങ്കളെക്കുറിച്ച്. അയാൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിയ മനുഷ്യനാണ്. പറഞ്ഞു കഴിഞ്ഞു. ദുനിയാവിൽ നരകത്തിലേക്ക് പോകാനാണ് കൽപ്പന. പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കാര്യങ്ങളിൽ സുബഹിന്റെ സൊഫിലേക്ക് നോക്കുമ്പോ വളരെ കുറച്ച് ആളുള്ളൂ, അതിലൊന്ന് നമ്മളാണ്. മനസ്സ് പറയരുത്. മഹലിലെ 100 ചില്ലാനം വീടുണ്ടായിട്ട് ആ 100 ചില്ലാനം വീട്ടിൽ നിന്ന് ഓരോരുത്തർ വന്നാൽ എത്ര ആളുണ്ടാവും? അവരെയൊന്നും കാണാനില്ല. ഞാനെത്തി. മനസ്സിൽ ഒരു റിയാ കടന്നുകൂടിയാൽ ആ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്ത് ഇവിടെ വന്നത് നഷ്ടമാണ് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് ധൃതി പിടിച്ച് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ 2 മിനിറ്റ് അധികം ഇരിക്കുമ്പോഴേക്ക് മനസ്സ് പറയുന്നു നമ്മളോട്, എല്ലാവരും പോകുമ്പോഴും ഞാൻ കുറച്ച് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ഒക്കെ പറയുന്നുണ്ടല്ലോ എന്ന്
ഒരു 4 ആള് കാണാൻ വേണ്ടി ആ രൂപത്തിലുള്ളൊരു ചിന്ത മനസ്സിൽ വന്നാൽ നഷ്ടമാണ്. നേരത്തെ ഇറങ്ങിപ്പോയവനേക്കാളും വലിയ നഷ്ടം. അവന് ദുനിയാവെങ്കിലും കിട്ടി. അവന് നേരത്തെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഒരു കസ്റ്റമർ അധികം കിട്ടി കടയിൽ, അതും നമുക്ക് നഷ്ടമായി. ഇവിടെ ഇരുന്നതും നഷ്ടമായി സംഭവിക്കാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തി. അൻ അബീ സഈദിൻ ഖാൽ ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. വനഹ്നു നതദാക്കറുൽ മസീഹദ് ദജ്ജാൽ, ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദജ്ജാലിന്റെ ഫിത്ന ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ഉമ്മത്തിനെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ് ദജ്ജാലിന്റെ ഫിത്നയെക്കുറിച്ച്. ആ ഫിത്നയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ കടന്നു വന്നിട്ട് പറയുന്നു, ഫഖാൽ അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിൻ മസീഹിൽ ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനേക്കാളും നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാൽ, ഈ സ്വഹാബി പറയുകയാണ്, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ബലാ, അതേ നബിയെ, ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ പേടിക്കേണ്ട ഫിത്നയോ? ഞങ്ങൾക്കത് പറഞ്ഞു തരൂ. ഫഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകുൽ ഖഫിയ്, ഗോപ്യമായ ശിർക്കാൻ. പ്രവാചകൻ വിശദീകരിച്ചു, അയ്യഖൂമ റജുൽ യുസല്ലി ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരാള് നമസ്കരിക്കുകയാണ്, മറ്റൊരാൾ അവന്റെ നമസ്കാരം കാണുന്നുണ്ടെന്നവന് ബോധ്യപ്പെടുമ്പോൾ അവൻ അവന്റെ നമസ്കാരത്തെ ഒന്ന് നന്നാക്കുന്നു. അതാണ് ഷിർക്കുൽ ഖഫിയ്. ഉദാഹരണമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊടുത്തത്. അല്ലേ, പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചു, 4 റക്അത്ത് അവൻ നമസ്കരിക്കുകയാണ്, 2 റക്അത്ത് അവന്റേത് പൂർത്തിയായി. ഒരാൾ പള്ളിയിലേക്ക് കയറി വരുമ്പോ, ഒരാൾ പള്ളിയിൽ കയറി വന്ന് അവനോടൊന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ബാക്കി 2 റക്അത്ത് അവനൊന്ന് നന്നാക്കിയെങ്കിൽ ആ നന്നാക്കിയത് ആർക്കു വേണ്ടിയാണ്? ഇയാൾ കാണുന്നു എന്ന് തോന്നിയപ്പോഴാണ് നന്നാക്കിയത്. അതാണ് ശിർക്കുൽ ഖഫിയ്. ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ നിങ്ങളിൽ ഞാൻ പേടിക്കുന്ന കാര്യമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 4 ആള് കാണുക എന്ന ലക്ഷ്യം ഉണ്ടാകരുത്. അല്ലെ, അയാളുടെ അടുത്തേക്ക് ഇന്ന ആചാര്യം കൂട്ടി പോയാൽ അയാൾ ചുരുങ്ങിയതൊരു 5000 സ്വതക്ക തരും, മറ്റേയാളെ പോണെങ്കിൽ അത്ര കിട്ടൂല. എന്തേ പ്രിയപ്പെട്ടവരെ ആ മാറ്റം? മറ്റേ ആചാര്യ കൂടി കൂട്ടുമ്പോ ഈ 5000 കൊടുക്കാനുള്ള മനസ്സെന്താണ്? അയാൾ കൂടെയുണ്ട് എന്നതാണോ? അയാൾ വന്നിട്ടെങ്ങനെ മടക്കി അയക്കുമെന്നതാണോ? അയാൾ ചോദിച്ചതുകൊണ്ട് എന്നാണോ? റബ്ബിന്റെ രേഖയിൽ, റബ്ബ് നാളെ പരലോകത്ത് നൽകുന്ന രേഖയിൽ നന്മയായിട്ടത് രേഖയിൽ വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. കൊടുത്ത 5000 കൂടി നഷ്ടമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയ ശ്രദ്ധ. ഒരുപാട് കാര്യം ചെയ്ത് പരലോകത്ത് ഒറ്റപ്പെടുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഭാര്യക്കും മക്കൾക്കും നമ്മെ ആവശ്യമില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തതുണ്ടാകും ഇവിടെ എന്ന് കരുതി റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. അല്ലേ, നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ലല്ലോ ഈ സമയത്ത് നമ്മളിവിടെ വന്നിരുന്നത്, പുണ്യം ആഗ്രഹിച്ചിട്ടാണ്. കട താഴ്ത്തി വരുമ്പോ അങ്ങാടിയിൽ അമുസ്ലിമായ ആളുകളുടെ കട തുറന്നിരിക്കുന്നു, അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഷട്ടർ താഴ്ത്തിയത്? എന്തേ വാഹനം സൈഡാക്കി നമ്മൾ കയറിയത്? പുണ്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ട 4 ആള് കാണാൻ വേണ്ടി ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നാൽ കഴിഞ്ഞു. അയാൾക്ക് അയാളുടെ കച്ചവടത്തിൽ ലാഭമെങ്കിലും കിട്ടി, നമുക്ക് ഇഹവും പരവും നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരെ, ആ ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബിന്റെ അടുത്തു രേഖയിൽ വരാൻ, സ്വീകാര്യമാകാൻ, ഇത്തരം ചില കാര്യങ്ങളെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാ നാളെ പരലോകത്ത് ചില ആളുകൾ കടന്നു വരും. അവരുടെ പ്രത്യേകത, തിഹാമ പർവ്വതത്തിനു കണക്കെ കർമ്മങ്ങളുമായി നന്മകളുമായിട്ടാണ് അവർ വരിക. തിഹാമ പർവ്വതം വെള്ളാരം കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന, ജ്വലിച്ച് തെളിഞ്ഞു കാണുന്ന, ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തെ ചൂണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തിഹാമക്കു സമാനമായി കർമ്മങ്ങളുമായി നാളെ പരലോകത്ത് ചില ആളുകൾ വരും. എന്നിട്ട് അവരുടെ കർമ്മങ്ങളെ അല്ലാഹു ഹബാഅക്കി, ധൂളിയാക്കി കളയും. സ്വഹാബത്ത് പറയുകയാണ്, നബിയേ സിഫ്ഹും ലനാ, നബിയെ അവരെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ആരാണവർ? ഞങ്ങൾ അവരിൽ അംഗമാകാതിരിക്കാൻ പറഞ്ഞു തരൂ നബിയെ. ഒരു പർവ്വത കണക്കെ പുണ്യങ്ങളുമായി പരലോകത്ത് വന്നിട്ട്
ധൂളിയാക്കി പൊടിയാക്കി പോകുന്ന ആളുകൾ ആരാണവർ? ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങളും അവരും നമസ്കരിക്കുന്നു, നിങ്ങളെപ്പോലെ അവരും രാത്രി നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കരിക്കുന്നത് എന്തിനാ? ആരും കാണാൻ വേണ്ടിയല്ല. ഭാര്യ വീട്ടിലില്ലാത്ത അന്നും രാത്രി നമസ്കരിച്ചത് ഭാര്യ കാണാൻ വേണ്ടിയാണെങ്കിൽ അവളില്ലാത്തന്നെങ്കിലും ഉറങ്ങൂലേ? രാത്രി നമസ്കരിച്ചത് അള്ളാഹുവിന്റെ പുണ്യം കിട്ടാൻ വേണ്ടിയാണ്. രാത്രി നമസ്കരിക്കും അവർ. പക്ഷേ അവരുടെ പ്രത്യേകത വലാകിന്നഹും അഖ്വാമുൻ, അവർ ഒരു പ്രത്യേക വിഭാഗമാണ്. ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ, ഹറാമിൽ ചേരാൻ സമയം കിട്ടിയാൽ, ഹറാമ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അതിലങ്ങ് മുഴുകിപ്പോകും. നിസ്കരിക്കും, നോമ്പെടുക്കും, സുബഹിനും പള്ളിയിലെത്തും. രാവേറെ വൈകി അവൻ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴും. ഖുർആൻ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ അവൻ തീർക്കും. അവനായിരിക്കും ഏറ്റവും വലിയ സ്വതക്ക കൊടുക്കുന്നവൻ. പക്ഷേ ഒരു ഹറാമ് ചെയ്യാൻ, അനാവശ്യമായതൊന്നു കാണാൻ, ഒരു അനാവശ്യം കേൾക്കാൻ, ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അവൻ അവസരം കിട്ടിയാൽ അതിലേക്ക് അവൻ മുഴുകിപ്പോകും. പൊടിച്ചു കളയും അവന്റെ കർമ്മങ്ങളെ റബ്ബ് എന്ന് ഇബ്നു മാജാ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം അൽബാനി റഹിമഹുള്ള സ്വഹീഹ് എന്ന് പറഞ്ഞ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അധ്വാനങ്ങൾ, രാവും പകലുമുള്ള ഈ അധ്വാനങ്ങൾ, ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് അധ്വാനിക്കുമ്പോഴും ചെയ്തതൊക്കെ സ്വീകരിക്കപ്പെടാതെ പോവുക എന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് മനസ്സിന്റെ നീയത്ത് മാറാതെ, തഖ്വ കൈവിട്ടു പോകാതെ, ദീനിൽ ഉറച്ചു നിന്ന് വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തേൽക്കാതെ മരണം വരെ നിലനിൽക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത്തരം ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനകൾ തന്നെയാണ്. അതുകൊണ്ട് മനസ്സിന്റെ തഖ്വയെ ശരിയായി നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ മനസ്സിന് നീ തഖ്വ നൽകണം. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ മനസ്സിനെ പരിശുദ്ധപ്പെടുത്തി തരണം. നിനക്കേ അതിനെ ഏറ്റവും നന്നായി പരിശുദ്ധമാക്കാൻ സാധിക്കുകയുള്ളൂ. അൻത വലിയുഹാ വമൗലാഹാ, അതിന്റെ എല്ലാ, എന്റെ മനസ്സിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം റബ്ബേ നിനക്കാൻ. അതുകൊണ്ട് മനസ്സിനെ നന്നാക്കി നീ തഖ്വ നിലനിർത്തി തരണം. തഖ്വയുള്ള പരിശുദ്ധമായ മനസ്സുണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ ഈമാൻ അതിൽ നിലനിൽക്കുകയുള്ളൂ. ആ മനസ്സിലേക്ക് റിയാ കടന്നു വരാതിരിക്കുകയുള്ളൂ. ആ മനസ്സിനെ ഒറ്റപ്പെടുന്നിടത്തും ഈമാനിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച സുദീർഘമായ പല വിഷയങ്ങളും, ഏകദേശം 9ഓളം വിഷയങ്ങളിൽ നിന്ന് രക്ഷ തേടി പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുടെ ഇടയിൽ കടന്നു വരുന്നതാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ചെടുത്ത് എല്ലാ സമയത്തും റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരുപാട് ചെയ്ത്, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടം മുസ്ലിമായി ജീവിക്കുമ്പോൾ, ഇസ്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറെ പരിഹാസങ്ങളും പ്രതിസന്ധികളും സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടും, അതെല്ലാം സഹിച്ചിട്ടും പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നറിയേണ്ടി വരിക എന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്. അത് സംഭവിക്കാതിരിക്കാൻ റബ്ബ് തന്നെയാണ് നമ്മെ സഹായിക്കേണ്ടത്. അതിന് പ്രാർത്ഥനകളാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. പ്രാർത്ഥനകൾ പഠിച്ചെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് രോഗികൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. മാറാരോഗികൾ, വേദന സഹിക്കുന്ന ഒരുപാട് ആളുകൾ. ഒരുപക്ഷെ നമ്മളൊരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ അവർക്ക് ആ വേദനയ്ക്കൊരു ചെറിയ ആശ്വാസമേകുന്ന ഒരു മരുന്നിന് ഒരു സംവിധാനം ഒരുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം 3 രൂപയെടുക്കുകയാണെങ്കിൽ ഒരു രോഗിയുടെ വേദന ഇല്ലാതാക്കാൻ റബ്ബിന്റെ തൗഫീഖുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം സ്നേഹസ്പർശം എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ദിവസത്തിന് 3 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തിന് 900 ചില്ലാനം രൂപ വരും.
1000 രൂപ നമ്മൾ കണക്കാക്കി ഒരു വർഷത്തിന് നമ്മൾ നൽകുകയാണെങ്കിൽ എത്രയോ രോഗികളുടെ ഒരു ദിവസത്തെ വേദനയ്ക്ക് ഒരു പരിഹാരം അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ആ ഒരു സംവിധാനം സ്നേഹസ്പർശം എന്ന പേരിൽ കഴിഞ്ഞ പെരുന്നാൾ മുതൽ നമ്മൾ ആരംഭിച്ചതാണ്. അതിലേക്ക് ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്ന ഒരു ഓഹരി നമ്മൾ ഓരോരുത്തരും അതിലേക്ക് നൽകുക. നാളെ നമുക്കെന്താണ് വരാനിരിക്കുന്നത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. മറ്റ് ആരുടെയൊക്കെ പണമായിരിക്കും നമുക്ക് മരുന്നായി മാറുക, റബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്ന ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ പരമാവധി സഹായിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഒന്നും പരലോകത്ത് സ്വീകരിക്കപ്പെടാതെ നരകത്തിന്റെ വറകായി തീരേണ്ടി വരുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെട്ട നിലയിൽ നാളെ രേഖയിൽ കാണാൻ, കൺകുളിർക്ക സന്തോഷിക്കാൻ, അക്കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, നമ്മളിൽ പലരുടെയും പിതാക്കളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറിടത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്ത്, മർഹമത്ത് അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുത്തഖിയായി ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ മതത്തെ തകർക്കാനും ഇല്ലാതാക്കാനും ഒട്ടേറെ പരിശ്രമങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം പരിശ്രമങ്ങളെയെല്ലാം അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഈ പരിശുദ്ധ ദീനിനെ അള്ളാഹു ഉജ്ജ്വലമായി നിലനിർത്തുമാറാവട്ടെ. ഉജ്ജ്വലമായി ഈ മതം നിലനിൽക്കുന്നത് കൺകുളിർക്ക് കാണാൻ അള്ളാഹു നമുക്കും സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി